ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഈത്തപ്പഴം കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 200 ഗ്രാം ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 4 സ്പൂൺ പഞ്ചസാര 1 സ്പൂൺ വെള്ളവും ചേർത്ത് ഒഴിച്ച് ചെറു തീയിൽ ചൂടാക്കി അത് കാരമലൈസ് ചെയ്തെടുക്കാം. അത് പുകഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് തണുത്ത 1 ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പം വളരെ ശ്രദ്ധിച്ച് മെല്ലെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ഈത്തപ്പഴം അതിലേക്ക് കുറേശ്ശെ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കട്ടിയായിട്ടിരിക്കുന്ന ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത ഈത്തപ്പഴം അല്പം കട്ടിയുള്ള സൈസാണ്, അല്ലെങ്കിൽ ഇച്ചിരി മെൽറ്റ് ആകുന്ന ടൈപ്പാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിങ്ങനെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഞെരടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ചൂടിൽ കിടന്നത് കറക്റ്റായിട്ട് ആയിക്കോളും. അത് ചെറു തീയിൽ കിടന്ന് ഒരു ക്രീമിയായ ജാമ് പോലെ ആ പാകത്തിനാകുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 സ്പൂൺ പഞ്ചസാരയും 3 ഗ്രാമ്പുവും 2 ഏലക്കായുടെ തരികളും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ മറ്റൊരു ജാറിലേക്ക് ഒരു 2 മുട്ടയും 1 നുള്ള അപ്പക്കാരവും ഒരു ചെറിയ നുള്ള് ബേക്കിംഗ് സോഡയും വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈത്തപ്പഴത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ആ മിക്സിലേക്ക് ഈ മുട്ടയുടെ മിക്സ് കൂടി ഒഴിച്ച് നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് 1 കപ്പ് മൈദ, അതായത് 250 ഗ്രാം മൈദ 3 ട്രിപ്പായിട്ട് അരിച്ച് നല്ല ഫൈനാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 പിടി കശുവണ്ടി കൂടി ചെറുതായി പൊടിച്ച് ചേർത്തെടുക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു ടിന്ന് റെഡിയാക്കിയെടുക്കാം. അതിലേക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് എണ്ണ തടവി കൊടുക്കാം. അപ്പോഴേക്കും ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അതിലേക്ക് നമ്മൾ മിശ്രിതം സെറ്റ് ചെയ്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വിതറി ഇറക്കി വെച്ച് കൊടുക്കാം. അത് ഒരു 25 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആ ടൈം ആകുമ്പോഴത്തേനും വേഗം. നമ്മൾ തയ്യാറാക്കാൻ വെച്ചിരുന്ന കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. നമ്മൾ കളറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി കേക്ക് റെഡിയായി. നമുക്ക് ഓവനൊന്നും ഇല്ലാത്ത നമ്മുടെ സാധാരണക്കാർ വീട്ടമ്മമാരുടെ അടുക്കളയിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഒരുപാട് ചിലവുകളൊന്നുമില്ല. ഈ കേക്ക് നല്ല മയം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ അധികം മധുരമില്ല. നമ്മുടെ രുചിക്കനുസരിച്ചുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.